ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആളുടെ മനസ്സിലിപ്പോൾ നിങ്ങളുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണുക. റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, healing, participation, completion, moment to moment, experiencing, suppression, breakthrough, guilt, projections, fighting, flowering, lovers, beyond illusion, the miser, courage, and the creator. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു റീഡിംഗ് തന്നെ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ വ്യക്തികളുടെ ഒരു എനർജിയൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് പാസ്റ്റിൽ സംഭവിച്ചത്, എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിട്ടുള്ളതെങ്കിലും ഒരു പക്ഷേ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ വ്യക്തി ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടായിരിക്കാം, എന്ത് സംഭവം കൊണ്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു മുറിവുകളെല്ലാം ഉണങ്ങാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് പോലെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, എന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പാസ്റ്റിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം, പല രീതിയിലായിരിക്കാം. അപ്പോൾ എന്തൊക്കെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി സമചിത്തതയോടെ കാണാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഒരു ലെവലിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിനകത്ത് വളരെയധികം സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെ പറയാം. ദാറ്റ് മീൻസ് ഇതൊരു പെയിൻഫുൾ എൻഡിങ് എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു നോ കോൺടാക്റ്റിലേക്ക് വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഇപ്പോഴത്തെ അവരുടെ ലൈഫ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ലൈഫിൽ പേഴ്സൺ എവിടെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലൂടെയാണോ പോകുന്നത്, അവിടെ പോലും ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, അവർ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക്, അവർക്ക് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. അതായത് അവരുടെ കുറ്റബോധം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അവരെ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ ഹീലിങ്ങിനൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവർക്കത് കഴിയുന്നില്ല എന്നുള്ളത് കാണാം. കാരണം ഇവിടെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ ആൻഡ് കംപ്ലീഷൻ എനർജി, ഈ രണ്ട് എനർജി ആണെന്നുണ്ടെങ്കിലും പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്ന രണ്ട് കാർഡ്സാണ്. അപ്പോൾ അത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, നിങ്ങളില്ലാത്തപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ശൂന്യത ഈ ഒരു പേഴ്സൺ അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലീഷൻ അവർക്കില്ല എന്നുള്ളത് തന്നെയാണ്, അങ്ങനെയാണ് ആ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഭാഗം നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, എന്തൊക്കെ വേറെ അപ്പുറത്തുണ്ടെങ്കിലും നമ്മളുടെ മനസ്സിനെ എത്രത്തോളം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കാത്ത ഒരു അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിൽ പോലും നമുക്ക് ആ ഒരു സിറ്റുവേഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം മനസ്സിലെപ്പോഴും ഈ വക ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അവർക്കിപ്പോൾ കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു എനർജി നമുക്ക് കാണാം. ഒരുപക്ഷെ ആ ഒരു ക്ലാരിറ്റി വന്നതും അവരുടെ ദുഃഖം കൂട്ടാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ടാവാം. കാരണം അതുകൊണ്ടായിരിക്കാം ഇവിടെ നമുക്ക് ആ ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇവിടെ ഇവരുടെ ഒരു എനർജിയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺ ആയി പോവുകയാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി വീണ്ടും കയറി വരാനായിട്ട് അല്ലെങ്കിൽ പൂർവാധികം ശക്തമായിട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു സപ്രഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ബ്രേക്ക് ത്രൂ എനർജിയാണ്. ബ്രേക്ക് ത്രൂ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കാർഡ്സ് മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അതായത് എന്താണോ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ ഈ ഒരു പേഴ്സൺ ചുറ്റപ്പെട്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ആ ഒരു നമ്മളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തി ഇപ്പോൾ ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എൻഡിങ് ഈ ഒരു വ്യക്തി ചെയ്തു പോയ തെറ്റുകളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. നമ്മളത് ചെയ്യുമ്പോൾ അതായത് ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമോ അല്ലെങ്കിൽ വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ പിന്നീട് ആലോചിച്ച് റിഗ്രറ്റ് ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കും, അയ്യോ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ കഴിയാതെ ആയിപ്പോയതെന്നുള്ള ഒരു ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ചയ്ക്കുള്ള കാരണം പോലും ഈ ഒരു പേഴ്സൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വേണ്ടുന്ന സമയത്ത് ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാതെ മാറി നിന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു കുറ്റബോധം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു ഈ ഒരു ഫൈറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഇതൊരു എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഇപ്പോഴും അവരുടെ സാഹചര്യത്തിൽ അവർ ഏത് ചുറ്റുപാടിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ അവർ ജീവിക്കുന്നത് അവിടെയും അവർക്ക് ആ ഒരു ഫൈറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം മേ ബി ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിന്നിരുന്നത് എന്തോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് സുതാര്യമായിട്ട് കാണുന്നില്ല. കാരണം അവർക്കിടയിൽ ഒരു തടസ്സമുണ്ട്. അപ്പോൾ ആ ഒരു തടസ്സം എന്താണോ അതിപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇപ്പോഴും ആ ഒരു എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ നിൽക്കാനും നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഒരു പെയിൻഫുൾ എൻഡിങ് വരെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് വേദനിച്ച് മാറി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെയും കൂടി ഒരു പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ലൈഫിൽ അവരുടെ ഒരു പ്രസന്റ് കണ്ടീഷനിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ട് പോലും അവർക്ക് അതിന് കഴിയുന്നില്ല. കാരണം പല കാര്യങ്ങളും അവരെ വേട്ടയാടുന്നുണ്ട്. ആ ഒരു പേഴ്സണ് നിങ്ങളില്ലാത്തപ്പോൾ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവറിങ് എനർജി ആൻഡ് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് അറിയാം അവരുടെ ഒരു ഹാപ്പിനെസ് അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്ന ഇവിടെ ഈ ഒരു ഫ്ലവറിങ് എനർജി എന്ന് പറയുമ്പോൾ ഇതൊരു ഗാർഡനും കൂടിയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഒരു ലേഡിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഗാർഡനാണ്. അതായത് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഇതൊക്കെയാണ് നമുക്ക് അതിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്താണ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക. അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. അവരുടെ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ലൈഫിൽ സന്തോഷം കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാവുമ്പോഴാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ആ വ്യക്തിക്കുണ്ട്. കാരണം ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു കോൺഫ്ലിക്റ്റിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒട്ടും ഹാപ്പി അല്ല ആ ഒരു പേഴ്സൺ. അതുപോലെ ആ ഒരു ഫ്ലവറിങ് എനർജിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഫ്രീഡം ആണ്. അതായത് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക, നമ്മളായി തന്നെ നിൽക്കാൻ പറ്റുക, നമ്മളുടെ ഒരു അസ്തിത്വം എന്താണോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. ഒരു അൺകണ്ടീഷണൽ ലവ് കാണിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അതായത് ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളതെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ അവിടെ അവർ ഹാപ്പി അല്ല, അല്ലെങ്കിൽ അവിടെ അവർക്ക് കോൺഫ്ലിക്ട്സും കാര്യങ്ങളുണ്ട്. ആ വ്യക്തിക്ക് അവിടെ അവരായിട്ട് തന്നെ നിൽക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഇവിടെ കണ്ടതുപോലെ ആ ഒരു മൊമെന്റ് ടു മൊമെന്റ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ താഴെ വീഴും എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിയന്ത്രിതമായിട്ടുള്ള ഒരു ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് അവരായിട്ട് നിൽക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്രയും ഓപ്പൺ ആയിട്ട് നിൽക്കാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. നമുക്ക് ചില വ്യക്തികളോട് മാത്രമായിരിക്കും നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവണമെന്ന് പോലും ഇല്ല.
വളരെ റെയറായിട്ടായിരിക്കും നമുക്ക് നമ്മളായിട്ട് എന്താണോ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ വളരെ കുറച്ചേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് ആ വ്യക്തികൾക്ക് മാത്രമായിരിക്കാം. ബാക്കി എല്ലാവരുടെയും മുന്നിൽ ചിലപ്പോൾ വളരെയധികം ബോൾഡാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണ് എന്നൊക്കെ കാണിക്കുന്ന പലരും ചിലപ്പോൾ അവരെന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ക് പോയിന്റ്സ് എന്താണ്, ചിലപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ബോൾഡ് ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നവരുടെ ഉള്ളിൽ എല്ലാവർക്കും പലരിലും ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടാവാറുണ്ട്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇന്നസെൻസ്, നിഷ്കളങ്കത കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ അവരെ ഏറ്റവും അറിയുന്നവർക്കായിരിക്കും അറിയുന്നത് ആ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാര്യം. അവർക്ക് അവരായിട്ട് നിൽക്കാൻ കഴിയുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. വേറെ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണ് റിയൽ ആയിട്ട് ജെനുവിൻ ആയിട്ട് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു ലവേഴ്സ് എനർജി. അപ്പോൾ അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു പെർഫെക്റ്റ് പെയർ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനും ഏതിനും എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതി പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടബോധം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ചിന്താഗതികളായിക്കോട്ടെ, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. ആ ഒരു തിരിച്ചറിവ് വന്നു എന്നുള്ളതിൻ്റെ ഇതാണ് നമുക്കിവിടെ ഈ ഒരു ബിയോണ്ട് ഇല്യൂഷൻ എനർജി. അതായത് ഒരു ഇല്യൂഷനിലായിരുന്നു ഈ ഒരു പേഴ്സൺ എങ്കിൽ അവിടെ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടാക്കിയ ഒരു ഇല്യൂഷനകത്ത് പെട്ടിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മായിക ലോകത്തുനിന്ന് പുറത്ത് വരുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് കാര്യങ്ങൾക്ക് ഒരു റിയലൈസേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു മൈസർ എനർജി കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. മറ്റെന്തിനേക്കാൾ ഉപരി പ്രഷ്യസ് ആയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ ഒക്കെയുള്ളൊരു മടി ഈ വ്യക്തിക്കുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് വളരെയധികം പൊസസീവായിട്ട് ഒരു സ്വാർത്ഥത ഉണ്ടാവാറുണ്ട്. ആ ഒരു സ്വാർത്ഥത നിങ്ങളുടെ കാര്യത്തിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു അകൽച്ചയിൽ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതായത് കൈവിട്ട് കളയാനായിട്ടുള്ള ഒരു മടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത്, അത് ഈ ഒരു വ്യക്തിയുടെ പ്രവൃത്തി ദോഷം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യവശാൽ എന്തോ ആയിക്കോട്ടെ, ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു കോൺഫ്ലിക്റ്റിലൂടെയൊക്കെ തന്നെയാണ് അവർ പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് അവരായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെ അവരുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ഒരു കംപ്ലീഷൻ ഉണ്ടാവൂ എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ അവരതിനുള്ള ഒരു സ്ട്രെങ്ത് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഇവിടെ ഒരു കറേജ് എനർജിയാണ്. അതായത് അതിനുള്ള ഒരു സ്ട്രെങ്ത് അവർ സംഭരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ചൊരു ശ്രമകരമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ഫൈനലി വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്രിയേറ്റർ എനർജിയാണ്. ഈ ഒരു എനർജിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ തന്നെ പല കാര്യങ്ങളും സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ഒരു കറേജിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തുന്ന ഒരു അവസ്ഥയും കൂടിയാണ് നമുക്കതിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് നമ്മളുടെ ഒരു ഡ്രീം എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ നമ്മൾ പോവുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ എവിടെയാണോ അവർ സ്റ്റക്കായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഒരു സാഹചര്യത്തിലൂടെയാണോ അവർ പോകുന്നത്, അവിടെ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം ഈ ഒരു വ്യക്തി നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബ്രേക്ക് ത്രൂ അത് തന്നെയാണ്. ഏത് കെട്ടുപാടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പാറ്റേണിനകത്ത് പെട്ടുപോയതായിക്കോട്ടെ അവിടെ നിന്ന് അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് വരാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി കൊണ്ട് മാത്രമായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയത്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഇവരുടെ ഭയമായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് പെട്ടുപോയ ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലേക്കോ വന്നവരായിരിക്കാം. കാരണം മനസ്സോടുകൂടി ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വന്നതായിരിക്കില്ല. കാരണം ഇവിടെ നമ്മൾ അവരുടെ ഒരു എനർജി നോക്കുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു അതാണ്, ആ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതേ സാഹചര്യം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ വേണം, നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഓവറോൾ ആയിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിനി ഒരു പേഴ്സൻ്റെ മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളത് കൂടി നോക്കാം.
Okay, unworthy on first one. You are a better person than I am. Reminiscing. Neglected. Guilty. Absence. Destiny. And reunion. അപ്പോൾ ഈ ഒരു മൈൻഡ് വേർഡ്സിൽ തന്നെ നമുക്ക് കാണാം, നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്തും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതായത് അവരെക്കാൾ എന്തുകൊണ്ടും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ്. റെമിനിസിങ് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടേതായിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ആ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെഗ്ലക്റ്റഡ് ആണ്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾക്ക് എന്തായിരുന്നു ആവശ്യം അത് ഈ ഒരു പേഴ്സൺ തന്നില്ല, അല്ലെങ്കിൽ തരാതെ മാറി നിന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് തന്നെയായിരിക്കാം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ചെയ്ത മിസ്റ്റേക്കും. നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അറിഞ്ഞിട്ടും അത് കാണാത്ത മട്ടിൽ ചിലപ്പോൾ പോയൊരു വ്യക്തിയായിരിക്കാം. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഗിൽറ്റിയാണ്, നമുക്ക് സ്പ്രെഡിനകത്ത് വന്ന ഒരു എനർജി തന്നെയാണ്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കുറ്റബോധമുണ്ട് എന്ന് തന്നെ പറയാണ്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ലയെന്ന് ആ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു എനർജിയാണ് ഈ ഒരു കംപ്ലീഷൻ. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു കംപ്ലീഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആൻഡ് ഡെസ്റ്റിനിയാണ്. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. യഥാർത്ഥ വഴി കണ്ടെത്താനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു ക്രിയേറ്ററാണ്. അപ്പോൾ അതായത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി റീയൂണിയൻ. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അപ്പോൾ തീർച്ചയായിട്ടും റീയൂണിയൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ സ്ട്രോങ് റീയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇത് നോ കോൺടാക്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പോലും അത്രയും പോസിറ്റീവായിട്ട് ഈ ഒരു സമയം ചിന്തിക്കുകയും അല്ലെങ്കിൽ കാര്യങ്ങളെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പോസിറ്റീവ് എനർജി ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമ്പർ 3 ആയില്യം നക്ഷത്രം, നവംബർ മന്ത്, സ്കോർപിയോ സോഡിയക് സൈൻ, അശ്വതി നക്ഷത്രം, നമ്പർ 8, ലെറ്റർ ജി, കൊല്ലം ഡിസ്ട്രിക്റ്റ്, കാസർഗോഡ്, നമ്പർ 21, ഉത്തരം നക്ഷത്രം, ലെറ്റർ വൈ, ഡിസംബർ മന്ത്, ഉത്രട്ടാതി, ലെറ്റർ എം, നമ്പർ 14, ലെറ്റർ ഒ, ഒക്ടോബർ മന്ത്, ലെറ്റർ ബി, ബി ആണ് കേട്ടോ, നമ്പർ 25, ലെറ്റർ എ, നമ്പർ 11, ലെറ്റർ ഐ, പാലക്കാട്, ആൻഡ് നമ്പർ 23.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി പോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ, ആ ഒരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ അത് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.